എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മുംബൈ യാത്രയിൽ നമ്മളിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. അപ്പം ഇവിടെ കോലാപ്പൂർ മഹാരാഷ്ട്രയിലെ നല്ല അതിമനോഹരമായ കരിമ്പാടങ്ങളാണ് ഈ കാണുന്നതെല്ലാം. വണ്ടി എടുത്തോ, അതൊക്കെ പോയേക്കാം. ആ അപ്പോൾ നമുക്ക് മഹാരാഷ്ട്രയിലെ ഭീവണ്ടിക്കാണ് ലോഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അച്ഛനും മക്കളും തന്നെയുള്ള ആദ്യത്തെ ബോംബെ യാത്രയാണ്. അതെ, അപ്പൊ നമ്മള് NH-48 കൂടെയാണ് പോകുന്നത്. ഡൽഹി ചെന്നൈ ഹൈവേയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോലാപ്പൂരൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പം നമ്മൾ കരാട്, സത്താര, പൂനെ, മുംബൈ അങ്ങനെ നമ്മൾ ഭീവണ്ടി ചെല്ലും. ഭീവണ്ടി ചെന്ന് നമ്മൾ ലോഡ് ഇറക്കും. നമ്മൾ രാവിലെ തൊട്ട് ഈ കരിമ്പുകാടം തന്നെയല്ലേ കാണുന്നത്. കോലാപ്പൂര് കരിമ്പിന് ഭയങ്കര ഫേമസ് അല്ലേ? കോലാപ്പൂരും അതിന് മുന്നേ ഒക്കെ അതെ. ഇവിടെ എല്ലാം അത് നല്ല കറുത്ത മണ്ണാണ് കണ്ടോ. ഡെക്കാൻ പീഠഭൂമിയിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഡെക്കാൻ പ്ലേറ്റു. അപ്പോൾ ഇവിടെ ഇടയ്ക്കെല്ലാം വഴിപണി നടക്കുക. വഴിയൊക്കെ പറഞ്ഞു തന്നിട്ട് അച്ഛ കയറി കിടന്ന് ഉറങ്ങി. കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ. അതെ, മേഘങ്ങൾ കണ്ടോ, നല്ല രസമില്ലേ? ചെറിയ കാർമേഘം ഉണ്ട് ആകാശത്ത്. മഴ പെയ്യും തോന്നുന്നു. നാട്ടിൽ നിന്ന് പോകുമ്പോഴേ ഇവിടെയൊക്കെ നല്ല മഴയായിരിക്കും പ്രതീക്ഷിച്ചാ പോകുന്നത്. സത്യം, സ്വപ്നം കണ്ടാ വന്നത്. പക്ഷെ മഴയൊന്നും മഴയില്ല, ഒന്നുമില്ല. പക്ഷെ ഇടയ്ക്ക് ഒരു മൂടലുണ്ട്. ഒരു വീഡിയോ കാണുന്നത് ഇടയ്ക്ക് ചെറിയ മൂടലുകളൊക്കെ ഉണ്ട്. പക്ഷെ മഴ അങ്ങനെ അങ്ങ് പെയ്യുന്നില്ല. പക്ഷെ ഉച്ചയ്ക്ക് വെയിലുണ്ട്, നല്ല ചൂടുണ്ട് ഉച്ചയ്ക്ക്. അത് ഈ ഗ്ലാസ്സിലോട്ട് അടിച്ചു കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട്, വലിയ ഗ്ലാസ് അല്ലേ, ഭയങ്കരമായിട്ട് അകത്തോട്ട് അടിക്കുമ്പോൾ ചൂടാകുന്നത്. എന്നാലും അധികം ചൂടൊന്നും ഇല്ല. ഇല്ല, മഴ പെയ്യുന്നൊക്കെ പ്രതീക്ഷ. ഞാൻ വിചാരിച്ച് നല്ല മഴയൊക്കെ പെയ്ത് ലോണാവാല വഴിയൊക്കെ പോകുമ്പോ നല്ല വെള്ളച്ചാട്ടം, പച്ചപ്പ്. ചിലപ്പോ പറയാൻ പറ്റില്ല, അവിടെ മഴയാണെങ്കിലോ, പോയി നോക്കിയാലേ അറിയത്തുള്ളൂ. ചെറിയ മഴക്കാരൊക്കെ കേറിയിട്ടുണ്ട്, മേഘങ്ങൾ നിക്കുന്നുണ്ടോ. ഇപ്പൊ ഒന്നുകൂടെ ഭയങ്കരമായിട്ട് തന്നെ കാർമേഘം കയറി നിക്കുന്നു. ഇരുണ്ടു, പക്ഷെ അങ്ങോട്ടൊക്കെ നല്ല വെളിച്ചാ. ഒരു സൈഡ് തെളിഞ്ഞും ഒരു സൈഡ് ഇരുണ്ടും നിക്കുന്നു. താഴെ വാഴ നിൽക്കുന്നു, വാഴ കൃഷി. വാഴയും കരിമ്പും, ഫുള്ള് കരിമ്പാണോ. അങ്ങോട്ടെല്ലാം കരിമ്പ്. ആദ്യമായിട്ട് ബോംബെയിൽ വരുന്നത് എന്നാന്ന് ഓർക്കുന്നുണ്ടോ? പിന്നെ നമ്മൾ ആദ്യമായിട്ട് ബോംബെ വന്നിട്ട് ലോക്കൽ ട്രെയിനിലെ എക്സ്പീരിയൻസ് എങ്ങനെയാന്ന് അറിയാൻ പോയത് ഓർക്കുന്നുണ്ട്. അയ്യോ, നല്ല രസമായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുക, അവര് തന്നെ നമ്മളെ മുന്തി വണ്ടിയൊക്കെ ഇരിക്കോളും. ഇറങ്ങുന്ന സമയം അവര് തന്നെ തള്ളി ഇറക്കിക്കോളും. ജീവിതത്തിൽ ആദ്യമായിട്ട് ലോക്കൽ ട്രെയിനിൽ കയറുന്നത് മുംബൈയിൽ വന്നിട്ടാ. നമ്മൾ എത്ര 5ൽ 6ൽ പഠിക്കുമ്പോഴെങ്ങാണ്ട് നമ്മൾ. എന്നിട്ട് അന്ന് നമ്മൾ ലോക്കൽ ട്രെയിനിലൂടെ പോകുമ്പോ അതുവഴി എല്ലാ ഏരിയ കാണാന്ന് പറഞ്ഞു പോയതാണ്. നല്ല രസമായിരിക്കും. ലോക്കൽ ട്രെയിനിൽ കയറാൻ തന്നെ പോയത്. യഥാർത്ഥ മുംബൈ കാണിച്ചു തരാന്ന് പറഞ്ഞ അച്ഛൻ കൊണ്ടുപോയതാ. അച്ഛനും നമ്മളും മാത്രമായിട്ടൊരു മുംബൈ ട്രിപ്പ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടല്ല. പെട്ടെന്ന് വന്ന പ്ലാനായിരുന്നു. അതെ, സാധാരണ നമ്മൾ ട്രിപ്പ് പോകുമ്പോ നമ്മള് 4 പേരുടെ അല്ലേ പോകുന്നത്, അമ്മ ഉണ്ടാവുള്ളൂല്ലോ. അതെ, സത്താര, പൂനെയൊക്കെ നേരെ ലെഫ്റ്റിലോട്ട് ഷേനെ. ബോംബെ എന്ന് പറയുമ്പോഴേ വടാപ്പാവ് ഓർമ്മ വരുന്നേ. നമ്മൾ ആദ്യമായിട്ട് വടാപ്പാവ് കഴിക്കുന്നവിടെ വരുമ്പോഴാ. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വടാപ്പാവ്. കഴിച്ചാൽ നല്ലതായിരുന്നു. ആദ്യമായിട്ടൊരു സാധനം കഴിക്കുക വടാപ്പാവ്. ഇത് എന്താ സംഭവം? ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ആദ്യം കഴിക്കുമ്പോ. ഇതെങ്ങനെ ഇരിക്കണേ, എന്താ സാധനം, എന്താ അതിൻ്റെ അകത്തുള്ളത്. ഇതെല്ലാം ഇവിടുത്തെ വീടുകളാ. ബലഗാവി, പൂനെ. ഇത് കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് വണ്ടിയാ. ആ മലയിലതേ അവിടെ ഒരു ക്വാറി ഉണ്ട്. ട്രാഫിക് ഡൈവേഷൻ. ഇതുവഴിയും കുറച്ച് വണ്ടി പോകുന്നുണ്ട്. നമുക്ക് ഇതുവഴി കയറിപ്പോയാലോ? ഇതുവഴി കയറിക്കോ, ലോറിയൊക്കെ ഇതുവഴി പോകുന്നുണ്ട്. മഹാരാഷ്ട്ര രാജ്യമാർഗ് പരിവാഹൻ. ഇവിടെ ഈ പാലത്തിന്റെ ഒക്കെ വർക്ക് നടക്കുന്നേ. എലിവേറ്റഡ് ഹൈവേ ആണെന്ന് തോന്നുന്നല്ലേ? തോന്നുന്നു. ഇത് പുതിയ എലിവേറ്റഡ് ഹൈവേ ആ. താഴെ മാൽക്കാപ്പൂർ എന്ന് പറഞ്ഞ ടൗണാ. ഇത് കൊള്ളാലോ, എലിവേറ്റഡ് ഹൈവേ. എത്ര നേരം ഇതാ കേറിട്ട്? ഇപ്പൊ അവിടുന്ന് പുറകെ നിങ്ങൾ കേറിയതേ ഉള്ളൂ. 2-3 കിലോമീറ്റർ ആയി. അടിപൊളിയല്ലേ? പിന്നെ പക്ഷെ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങാനും ഇടയ്ക്ക് കയറാനൊന്നും പറ്റിയല്ല. ഇല്ലില്ല, വേറെ വഴിയില്ല. ഇത് കൊള്ളാം. അപ്പുറത്തെ ഡൈവേർഷൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒന്ന് ഒരാൾ ഇങ്ങോട്ട് കയറുണ്ട്. അപ്പൊ കുറച്ച് വണ്ടികൾ ഇങ്ങോട്ട് കയറി. ആ പുറകെ ഞാനും ഇങ്ങോട്ട് കയറി. താഴെക്കൂടെ വന്നാലും പോവാം, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഇറങ്ങുവാ നമ്മള്. ഇവിടെ വരെ പണി തീർന്നിട്ടുള്ളൂ, ബാക്കി അങ്ങോട്ട് പണി നടക്കുന്നേ ഉള്ളൂ. ഇത് പൂർണ്ണമായിട്ട് പണി തീരുമ്പോ അടിപൊളിയായിരിക്കും. കൊയ്ന നദിയാണ് ഈ ഒഴുകുന്നത്. കൊയ്ന. ഇപ്പൊ നമ്മള് കഴിഞ്ഞ കരാട്. കരാടൊക്കെ പണ്ട് ആ താഴെക്കൂടെ വന്ന
നല്ല വഴി തന്നെയായിരുന്നു. പക്ഷേ ഇത് 6 ലൈൻ പണിതാണ്. അവിടെ മൊത്തം എലിവേറ്റഡ് ഹൈവേ അത്. അവിടെ ടൗണുകളൊന്നും ടച്ച് ചെയ്യുന്നില്ല. ഇല്ല. ഇവിടുന്ന് ഈ താഴെ കൂടെ ഇറങ്ങി ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ നേരെ നമ്മുടെ ഗോവ റൂട്ടിൽ ചെന്ന് കയറാം. കൊയ്ന വഴി. ഓ, കൊയ്ന വഴി കൊയ്ന റിവറും സെയിം അല്ലേ? അതെ. വെൽക്കം ടു NH 166E പഠാൻ ചിപ്ലോൺ 93 കിലോമീറ്റർ. അതിലേ പോയാലും നല്ല അടിപൊളി റൂട്ടാ. NH 66ലേക്ക് ചെന്ന് കയറാം. ഇങ്ങോട്ടൊന്നും പണി അധികമൊന്നും ആയില്ലല്ലേ, അതുകൊണ്ട് എല്ലാം തിരിച്ചു വിട്ടേക്കല്ലേ വഴിയല്ലേ? ഇടയ്ക്കെല്ലാം വഴി തിരിച്ചു വിട്ടേക്കാം. നമ്മളൊന്ന് ഫ്ലൈ ഓവർ ഒക്കെ ആസ്വദിച്ച് വരുമ്പോഴത്തേക്ക് വഴി ഇത് വൈകുന്നേരമാണ്, ഇതിലും തിരക്ക് കാണും. ചേട്ടൻ अब इधर ही घर इधर? हाँ इधर ही मेरा गाँव कराड़ है। मैं इधर रहता हूँ। ये आपका पुतेटो ट्रैवल का मैं फॉलोअर हूँ। बहुत बार देखा है गाड़ी आते जाते, आपका रील्स सब देखा है मैंने, कैरावन का ये गाड़ी का। तो आते जाते गाड़ी तो दिखता है, लेकिन आज आप खुद लोग मिले। लास्ट टाइम टोल नाके पे मैंने गाड़ी देखा था, तो उसमें आपके भाई लोग थे, आप तो थे नहीं। तो आज मौका मिला है, कभी आएंगे वापस तो और मिलेंगे। नंबर दे के रखता हूँ, खाने पे आ जाओ। नाम क्या जी? प्रवीण। അവിടുന്ന് പുറകിൽ ബൈക്കിൽ വന്നാ നമ്മൾ കണ്ടിട്ട്. ഓ, എലിവേറ്റഡ് ഹൈവേ में देखा है ना गाड़ी? अब ये कोल्हापुर टोल नाके पे इस पे भी देखा था। ഞാൻ നല്ലപോലെ ഒന്ന് ഉറങ്ങി കേട്ടോ, ഒന്നും അറിഞ്ഞില്ല. എന്നാ കുറച്ചേരം ഇനി വണ്ടി ഓടിച്ചോ? ഓടിക്കാം, അതാ പറഞ്ഞേ. എവിടെയെങ്കിലും നിർത്തിക്കോ വീതികളത്. എവിടെ വീതികൾ? ഇവിടെ എല്ലാം വഴിപണി നടക്കുക. അതൊക്കെ കാണും, സ്ഥലം. നല്ല തിരക്കുണ്ട് റോഡിൽ അല്ലേ? നല്ല തിരക്കുണ്ട്. ആ കോലാപ്പൂരിന് മുന്നേ വരെ ഒരു തിരക്കും ഇല്ലായിരുന്നു. അതെ, അതുകൊണ്ടാണ് ഇവിടെയൊക്കെ 6 ലൈൻ പണിയുന്നത്. കണ്ട, അവിടെ എല്ലാം ഭയങ്കര ബ്ലോക്കാ. കാറുകാരെല്ലാം ഇതിലേ അതിലേ എല്ലാം ഇറങ്ങി പോകുന്നുണ്ട്. കാറുകാരിൽ ഇതിലേ പോട്ടെ, നമുക്ക് നേരെ തന്നെ പോട്ടെ. ഇതിലേ എന്നിട്ട് ഇങ്ങോട്ട് തിരിയാൻ നേരം ഇതുണ്ടോ, ഈ കാറുകാർ ഈ സൈഡിൽ കൂടെ വരുന്നോണ്ടേ കണ്ടോ ആ വണ്ടി അവിടെ നിന്നിട്ട്. കാറാ കൂടുതലല്ലേ, ഒത്തിരി കാറ് കൂടുതലുണ്ട്. ആ സൈഡിലും വണ്ടിയുണ്ട്. ഫുൾ സൈഡില് വണ്ടിയാ. അതല്ല, 2 വണ്ടി ലൈനിൽ വന്നിട്ട് ഇവിടെ ഒരു ലൈൻ ആവുക. അപ്പൊ ഇവിടെ കാറുകാർ വന്ന് വേറെ 2 ലൈനും കൂടെ. അതെ, ഇനിയുണ്ട്, ഇനിയും വണ്ടി വരുന്നുണ്ട്. കാറുകാർ കയറി വരുന്നുണ്ട്. പോട്ടെ. ഇനി ഒരു വണ്ടി ഇങ്ങോട്ട്. പോട്ടെ. അതവിടെ നിർത്തി പോട്ടെ. ഇവിടെ 1 ലൈനല്ല, 2 ലൈനുണ്ട്. കട്ടച്ചൂള ചുടുകട്ട ഉണ്ടാക്കുന്നത്. പണ്ടത്തെ വഴിയുണ്ടല്ലോ, ഈ കോലാപ്പൂര് പൂനെയും അല്ലെ വന്ന വഴിയൊക്കെ എന്ന് പറഞ്ഞാൽ 4 ലൈൻ വരുന്നതിന് മുമ്പ് മൊത്തം ഈ നമ്മളിപ്പോ ഈ പോകുന്ന ഈ റോഡിന്റെ വീതി ഉള്ളായിരുന്നു. 2 വണ്ടി കഷ്ടിപ്പായിരിക്കത്തില്ലേ? അപ്പം ഇന്നത്തെ അത്രയും വണ്ടികളില്ല, പക്ഷെ എല്ലാം ചെറുവണ്ടികളുമാ, വലിയ വണ്ടികളും ഇല്ലല്ലോ. എന്ന് പറഞ്ഞാൽ 6 വീൽ വണ്ടി വരേ ഉള്ളൂ, അതിന് മുകളിൽ വണ്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നെ 10 വീലായി, 12 വീലായി, 14ആയി, 16ആയി. പിന്നെ അന്നത്തെ കാലത്ത് വലിയ വണ്ടി ഉള്ളത് ട്രെയിലർ മാത്രമേ ഉള്ളൂ. അതും വളരെ കുറവായിരുന്നു. ഉണ്ട്, അതിലിപ്പോ എല്ലാ വണ്ടികളും പെരുകിയില്ലേ? ഇപ്പൊ എല്ലാം കൂടുതലാ. പുള്ളി സ്വീറ്റ്സാ, പിള്ളേർക്ക് ഇച്ചിരി മധുരം കഴിച്ചോട്ടെ നടത്താ. ഇവിടുത്തെ ഫേമസ് സ്വീറ്റാന്ന് പറഞ്ഞ അത് പുള്ളി അത് മേടിച്ചോണ്ട് എന്നിട്ട് അതിലെ പിന്നെ മറ്റേ ചെറിയ വഴിക്ക് കയറി വന്ന ഓപ്പോസിറ്റ്. ഇവിടെ നെല്ല് നട്ടിട്ടുണ്ട്. ഇവിടുന്ന് നമ്മള് 6 ലൈനിലേക്ക് കയറുക. അമ്മയുടെ കൂടെ നടന്നിട്ടേ ചേച്ചിക്ക് പുരോഗതി അതുണ്ട്. കാരണം കൃഷിയൊക്കെ കാണുമ്പോഴേ മനസ്സിലാവും. അല്ല ചേച്ചിക്ക് അല്ലല്ലോ അറിയാം, കുറച്ച് എന്നെക്കാട്ടിലും കുറച്ച് കൂടുതൽ. അതുകൊണ്ട് ഇനി ഞങ്ങളെ പൊന്നൂനെ കുറച്ച് ട്രിപ്പ് കൊണ്ടുപോട്ടെ. പൊന്നു കുറെ കാര്യങ്ങൾ ഒത്തിരി പഠിക്കാനുണ്ട്. ശരിയാ. അയ്യോ, അവിടെ അവര് നെല്ല് ഇതുണ്ടെന്ന്. അവര് നെല്ലല്ലേ നടന്നാണോ? നോക്ക്, അവിടെ വലുതായിട്ട് വെച്ചിട്ട് കണ്ടോ, ചെറുതായിട്ട്. കരനെല്ലാണ്, അങ്ങനെ പറയും. പിന്നെ വഴി തിരിച്ചു വിടുക. ഞാൻ മടുത്തിറങ്ങി. ഒരു കാര്യം ചെയ്യ്, രീതികളെടുത്ത് നിർത്തിക്കോ, ഞാൻ ഓടിക്കാം. എപ്പോഴും തന്നെ ഞാനിങ്ങനെ 6 ലൈൻ എന്നൊക്കെ പറഞ്ഞ. അല്ല, വേറൊരു കാര്യമുണ്ട്. ഈ ഇങ്ങനെ വഴി തിരിച്ചു വിട്ടിട്ടുണ്ടായാലും ഈ വഴി നല്ല വഴിയാ, കട്ടറൊന്നും ഇല്ലല്ലോ. പണ്ട് ഇത് 4 ലൈൻ പണി നടക്കുന്ന സമയത്തുണ്ടല്ലോ, എത്ര നാൾ ഇങ്ങനെ ഇറങ്ങി പോകുന്ന വഴിയൊന്നും ഇല്ല, വഴി ഭയങ്കര മോശം. ഇറങ്ങി പോകുന്ന വഴിയിലെല്ലാം വലിയ ഹമ്പ. അതിപ്പോ എന്നാലും വഴി വലിയ പ്രശ്നമില്ല, വലിയ കട്ടറില്ല, കുഴിയില്ല, അതുകൊണ്ട് നല്ല വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് ഇടയുള്ള അടുത്ത് നിർത്തൂ അല്ലേ? നമുക്ക് രണ്ടുപേരും നേരം ചേച്ച ഉറങ്ങട്ടെ. ചേച്ച ഉറങ്ങിക്കോട്ടോ. ശരിക്കും റോഡ് പണി തീർന്നിട്ടേ ടോള് പിരിക്കാവുള്ളൂ ഇനി അല്ലേ?
പക്ഷെ ഇത് പഴയ ടോള് തന്നെയാണ്. ഇനിയിപ്പോൾ പുതിയ റോഡ് പണി മൊത്തം തീരുമ്പോൾ ഉണ്ടല്ലോ നല്ല കനമുള്ള ടോള് വരും. ഇച്ചിരി കനം കുറവാണ് പഴയ ടോളായതുകൊണ്ട്. ടോളിലൊക്കെ നോക്കി എന്നാ തിരക്കാന്ന്. ആ വണ്ടിക്ക് ഫാസ്റ്റായില്ലെന്ന് തോന്നുന്നതാ താമസിക്കുന്നത്. അവർ പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അത് അവിടെ ഇതില്ല, ഇതുണ്ടോ പോലീസുകാർ ചെക്കിങ് ഉണ്ട് ഇവിടെ. ഇപ്പോഴേ ഒരു മെഷീനും കൊണ്ടാണ് നിൽക്കുന്നത്. ഓരോ വണ്ടിയുടെയും ഈ ഫൈനുള്ള ഇപ്പൊ ഈ ഇങ്ങനെ കിടക്കുന്ന ക്ലിയർ ചെയ്യാത്തതുണ്ടല്ലോ, അതൊക്കെ ഇവിടെ പിടിച്ചു നിർത്തി ക്ലിയർ ചെയ്യിപ്പിക്കും. വീണ്ടും പുതിയത് തരുകയും ചെയ്യും. പണ്ട് ഇത് നേരെ കലാപരിപാടി ഇങ്ങനല്ലായിരുന്നു, പിരിവായിരുന്നു. അതേതൊക്കെയാലും ഇപ്പൊ ഇല്ല. ഞങ്ങള് രണ്ടുപേരും ഓരോ വടാപ്പാവ് പറഞ്ഞു. ചേച്ച വന്നില്ല, ഉറങ്ങാൻ കിടന്നു ക്ഷീണം. ചേച്ചയ്ക്ക് വൈകിട്ട് കഞ്ഞി വെച്ച് കൊടുത്താൽ മതി. വട ചൂടാ ഇപ്പൊ ഉണ്ടാക്കിയതാ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കിയതാ. അപ്പം വടാപ്പാവ് ഇതല്ലോ, ഈ പാവ് ഇങ്ങനെ കീറിയിട്ട് വട അതിനകത്തോട്ട് ഇങ്ങനെ വെക്കുക, കടിക്കുക. ഇങ്ങനെ മുളക് കാണുന്നുണ്ട്, ഇതോട്ട് വെച്ച് കടിക്കുക. നല്ലതാണോ? അല്ല, കിളീനെ വിളിക്കേണ്ട ആവശ്യമാ. വാ നോക്കി തുടങ്ങിക്കോ. താങ്ക്സ്. ആദ്യത്തെ ദിവസം വന്ന ദിവസം കണ്ട ഈ ആയുധം, പിന്നെ അത് കഴിഞ്ഞ് ഈ ആയുധം കണ്ടിട്ടില്ല. രാവിലെ തൊട്ട് കഴിഞ്ഞ ദിവസം കല്ല് കൂടുതലാന്ന് പറഞ്ഞോണ്ട് രാവിലെ തൊട്ട് ഞാൻ വഴി ശ്രദ്ധിച്ച് ഓടിച്ചോണ്ടെന്നാ. കല്ലേലൊന്നും കൊണ്ടേ കയറിയിട്ടില്ല. പിന്നെ ശ്രദ്ധിച്ച് ഓടിച്ചു, വെറുതെ. വഴി നല്ല ആയതുകൊണ്ട് കല്ലില്ല. എനി കിള്ളുന്നേ കല്ല് നന്നായിട്ടിട്. അത് വരുന്നില്ലല്ലോ, ഞാൻ ചെയ്യണ. അതിനെന്തിനാ ഇതുപോലെ കൂർത്തിരിക്കുന്നത്? ഒരു സൈഡിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പൊക്കിയിട്, ചെരിച്ചിട്. അങ്ങനെയാ ചെയ്യുന്നത്, ശരിയണ്ടേ? കല്ലേ നേരെ കുത്തി നിലത്തോട്ടല്ല ഇടുന്നത്. അത് അപ്പുറത്തോട്ടാ വീണ്, ഇപ്പുറത്തോട്ടാ. അങ്ങനെയല്ല, അവിടുന്ന് മാറ്റി സൈഡിലോട്ട് ഇടണം. ഇല്ലേ പുറകെ ഒന്ന് ടയർ പിന്നെയും കയറത്തില്ലേ? പിന്നെ പോയേക്കാം. നമ്മുടെ കിളിക്ക് വൈകുന്നേരം കഞ്ഞി വെക്കാന്നാ പറഞ്ഞേക്കുന്നേ. പക്ഷെ ആകാശത്തോട്ട് നോക്കിയ ഭയങ്കര മഴക്കാറാ. അല്ല, തൈര് മേടിച്ച് വെറുതെ പോയെന്ന് എനിക്ക് തോന്നണ. ഇപ്പൊ തൈരൊക്കെ ഞങ്ങൾ മേടിച്ചോണ്ട് വന്നാ. മിക്കവാറും മഴയാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നീട് മഴക്കാറ് മഴ എന്റെ സൈഡാന്ന് തോന്നുന്നു. വെളിയിലെ നല്ല കാറ്റായിരുന്നു. മഴ പെയ്യും ചിലപ്പം. പിന്നെ നല്ല വലിയ കാറ്റാണെങ്കിൽ കാർമേഘം അങ്ങ് കൊണ്ടുപോകും. വടാപ്പാവിന്റെ കൂടെ കിട്ടുന്ന മുളകില്ലേ, ഉപ്പിലിട്ട് വറക്കണേ, അത് നല്ല ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവരെല്ലാം ബസ് നോക്കി നിൽക്കുന്ന മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. നല്ല കനത്ത മഴ പെയ്യുമെന്ന് തോന്നുന്നു. വേസ്റ്റ് കൊണ്ടായിട്ട് കത്തിക്കുന്നതുണ്ടോ? ഇത് ഭയങ്കര ഒരു സംഭവമാണ്. നോക്കി, ഉള്ള പ്ലാസ്റ്റിക് എല്ലാം പോഞ്ഞോണ്ടിരിക്കുന്നത്. ഒരു നേരമൊക്കെ വെളിയിൽ നിന്ന് കഴിക്കാം, ഈ 3 നേരം എങ്ങനെയാ കഴിക്കണേ? കഴിഞ്ഞ ദിവസം നാട്ടിൽ കൂടെ കർണാടക വരെ വലിയ കുഴപ്പമില്ലല്ലോ, ഇങ്ങോട്ട് വന്നു കഴിയുമ്പോ പ്രശ്നം. അതാണ് ഞങ്ങള് പറയുന്നത്. ഇനി എന്നാ മഴ പെയ്താലും ഇന്ന് നമ്മള് പൊന്നോനെ കൊണ്ട് കഞ്ഞി വെപ്പിച്ചിരിക്കും. ഓ, കഞ്ഞി വെച്ചാ പോരെ, വെച്ച് ഞാൻ തരാം. വെച്ചിരിക്കും. ഇങ്ങനെ എപ്പോഴും പറയണമെന്നില്ല. ചേച്ചേ, ഒരാളല്ലല്ലോ, ഗേൾ ഫ്രണ്ടിനെ വിളിച്ച് കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞു. മോള് ഫുഡ് വെച്ച് തരുന്നില്ല, ഉണ്ടാക്കാൻ മടിയാ, എന്നെ ഇവിടെ പട്ടിണിക്കിടുവാന്നൊക്കെ. അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല. പറഞ്ഞു ഇത് അമ്മ ചോദിച്ച് ഫുഡ് ഉണ്ടാക്കുന്ന, അപ്പൊ ഞാൻ ഇവിടെ ഇതുവരെ ഒന്നും ഉണ്ടാക്കി തന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനല്ല, ഞാൻ പറഞ്ഞതല്ല. ഞാൻ വേറെ ആവശ്യത്തിന് വിളിച്ചപ്പോ എന്നോട് ചോദിച്ചു ചോറുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവിടെ ചോറിനാൻ ചോറൊന്നും ഉണ്ടില്ല, ഞങ്ങള് പട്ടിണിയാന്ന് പറഞ്ഞു. കഴിച്ചില്ല, രാവിലെ കഴിച്ചോളൂ, പിന്നെ ഒന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞു. അത് ഞാൻ രാവിലെ പിണങ്ങിയിട്ടാണ് ഞാൻ പറഞ്ഞ വെച്ചേരായിരുന്നു. അതെന്നാന്ന് ചോദിച്ചാ ഞാൻ പറഞ്ഞു പൊന്നു ചോറ് വെച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോവാന്ന് പറഞ്ഞു. വൈകുന്നേരം ഞങ്ങൾ ചോറ് വെക്കും, പൊന്നു വെച്ചില്ല ഞങ്ങൾ വെക്കുമെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അതെ, കഴിക്കാനേ അതുകൊണ്ട്, അത് വേറെ കാര്യം. എല്ലാരും പറയുന്നേ ഉള്ളൂ ഉച്ചക്ക് ചോറ് വേണം, പക്ഷെ ആർക്കും വിശപ്പില്ലായിരുന്നു ഉച്ചക്ക്. രാവിലെ കാപ്പി പിടിച്ചാൽ നല്ല ഏറ്റുപോയി. അടിപൊളി മഴ. മഴയൊക്കെ പോയി നോക്കിയേ, നല്ല തെളിഞ്ഞ അന്തരീക്ഷം. പക്ഷേ മഴ വരുമായിരിക്കും കേട്ടോ. അതെ, അവിടെയൊക്കെ വെയിൽ. അങ്ങോട്ട് നോക്കിയാൽ, മുന്നോട്ട് നോക്കിയാൽ, അങ്ങോട്ട് നോക്കിയാൽ മഴയൊന്നുമില്ല. പക്ഷെ മഴ പെയ്യുമായിരിക്കും കേട്ടോ. കാർമേഘമൊക്കെ ഇങ്ങനെ കേറി നിന്ന് വരുന്നുണ്ട് അവിടുന്ന്, ചിലപ്പോ പെയ്യും. വഴിയെ ഇടയ്ക്കെല്ലാം പണി തീരാനുണ്ട്. ഇതിന്റെ ഈ ഫ്ലൈ ഓവറിന്റെ പണി തീർന്നിട്ടില്ല. വഴിപണി തീർന്നാൽ അടിപൊളിയായിരിക്കും. പണി തീർന്നാൽ 6 ലൈനിൽ കൂടെ മുകളിൽ കൂടെ തന്നെ പറന്നങ്ങ് പോവാം. പക്ഷേ ഒരു സാധനം വാങ്ങണല്ലോ, എന്തെങ്കിലും കഴിക്കണല്ലോ, ഹോട്ടലോ കടകളോ ഒന്നും ഉണ്ടാവില്ല. അതാണ് ഒരു ബുദ്ധിമുട്ട്. പിന്നെ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടാവും. ട്രക്ക് ലേബൈ മിക്കവാറും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് പിന്നെ കുഴപ്പമില്ല, അവിടെ കിട്ടുന്നൊക്കെ കിട്ടുള്ളൂ, അത് മതി. അവിടെ കട ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും. ഇപ്പം നമ്മൾ പൂനെ പോകുമ്പോൾ എക്സ്പ്രസ് വേയിൽ അതുപോലല്ലേ, ഇടയ്ക്കൊന്നും നിർത്താൻ പറ്റിയല്ല. ഒരു സ്ഥലത്തുണ്ട്, അവിടെ കടകളൊക്കെ ഉണ്ട്, അതേ ഉള്ളൂ. മുന്നോട്ട് മഴ ഉണ്ടാവില്ല കേട്ടോ. മഴയുടെ ലക്ഷണങ്ങളൊക്കെ പോയി.
ഇതുണ്ട് നമ്മളീ പോകുന്നതിന്റെ ചുറ്റും മലനിരകളാണ്. ഈ മഹാരാഷ്ട്ര മൊത്തം ഇതുപോലെ ചെറിയ ചെറിയ കുന്നുകളാ, ചെറിയ മലകൾ, ഒത്തിരി വലുതൊന്നുമല്ല, ചെറുത്. ഇങ്ങനെ കയറി ഇറങ്ങി അങ്ങ് പോകും. അങ്ങനെ ചെറിയ കയറ്റം അങ്ങോട്ടെ നല്ല ബ്ലോക്കാ. എന്നാ സംഭവം അറിയത്തില്ലല്ലോ. കുറെ വണ്ടികളൊക്കെ ഐഡിയ ഇല്ല. കുറെ വണ്ടികൾ ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്, സർവീസ് റോഡ് വഴി പോകുന്നുണ്ട്. അപ്പൊ അതെ, ആ സൈഡ് സർവീസ് റോഡ് നിറഞ്ഞു, ഇവിടെ നിറഞ്ഞു. പിന്നെ ആ സൈഡിലാണെന്ന് തോന്നുന്നു ഇച്ചിരി സ്പീഡ് വണ്ടി പോകുന്നത് അല്ലേ? ആ സൈഡ് നോക്കിയാ വണ്ടി ഉണ്ടോ അവിടെ? ഉണ്ട്, കാറുണ്ട്. പോട്ടെ, കാറുകാർ കയറി വരുവല്ലേ? അതാ ചവിട്ടി പോട്ടെ. തിരക്കെല്ലാം തീർന്നു. ഇതാണ് ഇത്രയും സ്പീഡിൽ ഇങ്ങനെ വണ്ടി ഹൈവേ കൂടെ ഓടി പോകുമ്പോഴേ 1 മിനിറ്റ് എവിടെയെങ്കിലും ഒന്ന് ബ്ലോക്ക് ആയാൽ മൊത്തം ബ്ലോക്ക് ആവും. ഇഷ്ടംപോലെ കടകളായി, അതെല്ലാം സ്വീറ്റ് കടയാ, സ്വീറ്റ്സ്. മുംബൈ 279 കിലോമീറ്റർ, പൂനെ 118, സത്താറ 7 കിലോമീറ്റർ. ഈ ചെറിയ ചുരം കയറി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പം ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നത്. ഇത് നമ്മൾ ഹൈവേന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ സത്താറയാണ്. അവിടെ എന്തോ ഒരാൾക്കൂട്ടം. ഹോട്ടലല്ലേ? ചെറിയ കടയിൽ നിർത്തിയേക്കുന്നതാണ് ഇത്രയും വണ്ടികൾ. ഇതുണ്ടോ ഇവിടെ പുലിയുടെ ഒക്കെ പടം. വൈൽഡ് ലൈഫ് ക്രോസിംഗ് ഏരിയ, പുലി. അപ്പൊ ഇത് സത്താറയായി പറഞ്ഞല്ലേ? ഇവിടെ കുറച്ച് ഇത് വനമാ. ഇതുണ്ടോ അതെല്ലാം ആൾക്കാർ താമസിക്കുന്നതാണ്ടോ, ചെറിയ വീടുകൾ, കുടിലുകൾ. ഇതെല്ലാം ഈ മറ്റേ ടിൻ ഷീറ്റ് ഉണ്ടല്ലേ, ഇതെല്ലാം അതെ. മുകളിലേക്ക് നോക്കി എത്ര കുടുംബങ്ങളാന്ന് നോക്കി അത്ര ഇടയിൽ താമസിക്കുന്നത്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ സത്താര ടൗൺ അല്ലേ? ആ കാണുന്ന വഴി, ആ നേരെ കിടക്കുന്ന വഴി. ഇനി ലെഫ്റ്റ് എന്തിനാ പോന്നെ? ശരി, നമ്മൾ നിൽക്കുന്ന വഴിന്ന് ലെഫ്റ്റ്. ആ നേരെ കാണുന്ന വഴി സത്താര ടൗണിലേക്കാ. ഇവരെല്ലാം ബസ് കയറാൻ നിൽക്കുന്ന. ബസ്സിനും ലോറിക്കൊക്കെ കയറി പോകും, ലോറിക്കൊക്കെ കയറി പോകും ആൾക്കാർ. ആ കാണുന്ന എല്ലാം സത്താര ടൗണിന്റെ ഭാഗങ്ങളാണ്. നമ്മുടെ ഈ ഹൈവേയുടെ ലെഫ്റ്റിലേക്ക് ഫുള്ള് സത്താര ടൗണാണ്. ഈ സത്താറന്നേ ഓൾഡ് സത്താറ പൂന റോഡുണ്ട്, അതിലേ പോയാലും നല്ല അടിപൊളി ഒരു റൂട്ടാണ് അത്. എന്നുവെച്ചാൽ ഗ്രാമങ്ങളിലെ കൂടെ ഒക്കെ കയറിയുള്ള വഴിയാണ്, പഴയ വഴിയാണ്. ഇപ്പോൾ കുറേ നാളൊക്കെ വഴി മോശമായിരുന്നു, ഇപ്പം ശരിയായി കാണുമായിരിക്കും. അത് നല്ലൊരു റൂട്ടാണ്. കയറ്റവറൊക്കെ ഇങ്ങനെ ചെറിയ കയറ്റവറൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു വഴി, നല്ല രസമാണ് ആ റൂട്ട്. ഇവിടെയൊക്കെ മഴ നല്ലപോലെ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് വന്നാൽ നല്ല രസമായിരിക്കും. ഈ കുന്നുകളെല്ലാം മലകളെല്ലാം നല്ല പച്ചപ്പായിരിക്കും. എന്നിട്ട് ആ റോഡും സത്താറ ടൗണിലേക്ക് പോകും. ഇവിടുന്ന് വരുന്ന വണ്ടികളൊക്കെ ഇതിലെ ആ റോഡിൽ കൂടെ സത്താറയിലേക്ക് പോകും. പമ്പിലേക്കുള്ള ക്യൂ ഉണ്ടോ? അത് മറ്റേ CNG ഫില്ല് ചെയ്യാനുള്ള വണ്ടികളാണെന്ന് തോന്നുന്നു. CNG നിറയ്ക്കാൻ വേണ്ടിയാ ഉണ്ട്. അതെ, MSRTCയുടെ വർക്ക്ഷോപ്പ് വണ്ടിയാണ് അത്. എഞ്ചിനാ ഓരോ വണ്ടിയുടെയൊക്കെ. അതുപോലെ പണിയാൻ വല്ലതും കൊണ്ടുപോകാനായിരിക്കും. എത്ര എണ്ണമാണെന്ന് നോക്കി? 1 2 3 4 8 10 എണ്ണം ഉണ്ട്. പഴയ ബസ്സായിരുന്നു, ബസ് കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കിയേക്കുന്ന ലോറി പോലെ. നല്ല രസമല്ലേ, ലോറി പോലെ. ഇതുണ്ടല്ലേ എൻ്റെ അവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഇടയൊക്കെ ഉണ്ട്, പുറകോട്ട് ഇരിക്കാനുണ്ട്, സീറ്റൊക്കെ ഉണ്ട്, നല്ല സൗകര്യമാണ്. അതുകൊണ്ട് ആ വണ്ടിയുടെ ലോഡിന്റെ പുറത്ത് കണ്ടോ 3 4 പേര് ഇരുന്ന് പോകുന്നത്. അതുകൊണ്ട് അങ്ങ് അകലെ കാണുന്ന മലനിരകൾ കണ്ടോ, അതുപോലത്തെ മലനിരകളാണ്. മരങ്ങൾ കുറവാ, വനമാണെങ്കിലും വലിയ മരങ്ങൾ കുറവാ, ചെറിയ വനം. പുൽമേടുകളായിരിക്കും. നമ്മള് കഴിഞ്ഞ തവണ ഗോവയ്ക്ക് പോകുന്ന വഴി വരുന്നില്ലേ? രത്നഗിരി വഴി പോയില്ലേ? അവിടെ നല്ല പുൽമേടുകളായിരുന്നു, വേറൊരു കളറും ലൈറ്റ് പച്ച പോലത്തെ. പുല്ലിന് നല്ല ലൈറ്റ് പച്ച കളറാണ്. അത് മഴ പെയ്ത് അങ്ങ് കഴിയുമ്പോഴത്തേനും നല്ല രസമാണ്. ഈ ടോൾ ബൂത്ത് കണ്ടോ, ഇത് അവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന വണ്ടികൾക്ക് മാത്രമുള്ള ഈ ടോൾ ബൂത്ത്. അപ്പൊ അങ്ങോട്ടുള്ള വണ്ടികളുടെ ടോൾ പിരിക്കാനുള്ള ടോൾ ഗേറ്റ് അവിടെ വെച്ചേക്കുന്നത്. അപ്പം അത് ഈ രണ്ടോട് ഒരിടത്ത് വെക്കാൻ ചില സ്ഥലങ്ങൾ വീതി കുറവായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. കണ്ടോ, വീതി കുറവാണല്ലോ, അവരെങ്ങനെയും വെക്കും. പിന്നെ പൈസ മേടിക്കാൻ വിടുവോ? ജീവിക്കണേ വലിയ പാടാണ്. അതെ, നമ്മള് ജീവിക്കുന്ന കുറച്ചൊക്കെ സർക്കാരിന് വേണ്ടിയിട്ടൊക്കെയാ. ഇപ്പൊ നമ്മൾ ഈ ലോറി ഓടുന്നു, അതിന്റെ നല്ലൊരു ഭാഗം ടയറ്. അപ്പൊ അത് ടയർ എടുക്കുമ്പോൾ GST, ഡീസൽ അടിക്കുമ്പം അതിന്റെ ടാക്സ്, പിന്നെ ഏറ്റവും കൂടുതൽ ഭാഗം പൈസ ചിലവാകുന്ന ഫാസ്ടാഗ് ചാർജ് ചെയ്തും ഡീസൽ അടിച്ചും ടയർ എടുത്തോ ലോറിയെ സംബന്ധിച്ച്. പിന്നെ ബാക്കി ടാക്സുകള്, കൈക്കൂലി കൊടുക്കണ്ടേ? ഇത് വേറെ, അതുകൊണ്ട് അപ്പൊ അത് വേറെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നാഷണൽ ഓൾ ഇന്ത്യ പെർമിറ്റ് വണ്ടികളെ സംബന്ധിച്ച് ഇപ്പം പണ്ടത്തേനെക്കാട്ടിലൊക്കെ കൈക്കൂലിയുടെ കാര്യം കുറഞ്ഞു കേട്ടോ. ഉണ്ട് എങ്കിലും ഒരുപാട് കുറഞ്ഞു. ഇപ്പം നമ്മൾ മഹാരാഷ്ട്ര കയറി ഇത്രയും ദൂരം ഓടി വന്നില്ലേ? പണ്ടത്തെ ഒരു 10-15 വർഷത്തെ മുന്നത്തെ കാര്യം വെച്ചിട്ടാണെങ്കിൽ വഴിക്കെല്ലാം നമ്മൾ പേടിച്ച് പോകണം പോകാൻ. എന്തിനാണെന്നറിയോ? വഴിയിലെല്ലാം പോലീസുകാർ കാണും, നേരെ കൈ കാണിക്കും, പൈസ കൊടുക്കണം. പൈസ കൊടുത്ത് ഇങ്ങനെ വാരി വിതറിക്കൊണ്ട് വേണം പോകാൻ. എന്നും പറഞ്ഞ് മഹാരാഷ്ട്ര ഒരിടത്ത് ഇപ്പോൾ പിരിവില്ലെന്നല്ല. നമ്മൾ ദുലെ വഴി അങ്ങോട്ട് പോകുമ്പം മധ്യപ്രദേശിലേക്ക് പോകുന്ന വഴിക്ക് ആ ഷിർപൂരൊക്കെ എപ്പോഴും 24 hours റോഡ് ബ്ലോക്ക് ചെയ്ത് പിരിവുണ്ട്.
അത് ശാലംകുണ്ട് ആവശ്യമൊക്കെയാണ്. അതുപോലായിരുന്നു മൊത്തം പണ്ട് ഇവിടെ എല്ലാം ഈ റൂട്ടിലെല്ലാം അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ കുറേ എല്ലാം കുറഞ്ഞു. അതുപോലെ ബോംബെയിലായിരുന്നു ഏറ്റവും ശല്യം. 50 മീറ്റർ ഇടവിട്ട് പോലീസുകാർ നിൽക്കുകയായിരുന്നു. ഇവിടെ ഈ ട്രക്ക് ലേബയും ഇല്ല, ട്രക്ക് പാർക്കിങ്ങും ഇല്ല. അതുകൊണ്ട് എല്ലാവരും കണ്ടോ റോഡിൻ്റെ സൈഡിൽ തന്നെ ഒതുക്കിയിട്ടേക്കുക. എല്ലാം കൃഷിക്കാരുടെ വീടുകളാണ്. ട്രാക്ടർ നോക്കി എത്രയാണ് കിടക്കുന്നത്. വെറുതെ കിടക്കും, ഉറങ്ങുന്നുമില്ല, ഒന്നുമില്ല. ഉറക്കം വരണ്ടേ? മഞ്ഞൾ അതുണ്ടോ മഞ്ഞൾ കൃഷിയാ? മഞ്ഞളാന്ന് തോന്നുന്നു. അതെ അതെ, ചെമ്മരിയാടാ. അതല്ല, ഇതിൻ്റെ എല്ലാം രോമം പറ്റി. അല്ല സാധായും ഉണ്ട് കേട്ടോ, സാധാ ആടും ഉണ്ട്. 2 ടൈപ്പ് ഉണ്ട്. അങ്ങ് കണ്ടോ കോട ഇറങ്ങിയിരിക്കുന്നുണ്ടോ? ആ സൈഡിലും ഉണ്ട്, ഈ സൈഡിലും ഒരു സ്ഥലത്ത് മാത്രം. ഇങ്ങോട്ട് മഴ പെയ്തായിരുന്നു കേട്ടോ, പെയ്ത് മാറിയതാ. ഇത് കണ്ടോ ഇവിടുത്തെ നാട്ടുചന്തയാണല്ലോ, മാർക്കറ്റ് ദിവസമാണെന്ന് തോന്നുന്നു. ചെറിയൊരു മാർക്കറ്റ്. വല്ല സാധനം മേടിക്കണോ വൈകിട്ട് കറി വെക്കാൻ? എനിക്കറിയത്തില്ലേ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? അല്ല അത് എന്താ ഉണ്ടാക്കുന്നതെന്നൊക്കെ കുക്കാ തീരുമാനിക്കുന്നത്. അല്ല ഞങ്ങൾ പറയുന്ന സാധനം ഉണ്ടാക്കി തരുമോ? അങ്ങനെയല്ല, ഞാൻ നോക്കിയിട്ട് എനിക്ക് എളുപ്പ പരിപാടി ഉണ്ട്. കഞ്ഞി വെക്കുക, തൈര് മേടിച്ചു, തുണ്ടമീൻ ഇരിപ്പുണ്ട് വറുത്തത്. അതുണ്ട്. കൂടുതൽ കറി വേണ്ടല്ലോ. എന്തായാലും ചെറുതായിട്ട് എന്തായാലും കൂടെ വെച്ചാൽ നല്ല. എന്തിനാ വെറുതെ ഇരട്ടിപ്പണി ഉണ്ടാക്കുന്നേ? ഇന്ന് ഇത്രയും കഴിക്കാം, നാളെ നമ്മൾ വേറെന്തേലും വെക്കും. നമ്മൾ നാളെ തിരിച്ചു പോകുന്നില്ലല്ലോ, കുറച്ച് ദിവസം ഉണ്ടല്ലോ ഇവിടെ. ഉണ്ടല്ലോ. അതെ. നമ്മൾ വേള എത്തി. ഇത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്നുണ്ടല്ലോ, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം ഒരു കയറ്റം ഉണ്ടായിരുന്നു. ആ കയറ്റം കയറി അങ്ങോട്ട് ഇറങ്ങണം. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും കയറ്റമുണ്ട്, ഒരു മല കയറി ഇറങ്ങാം. പക്ഷേ ഇത് കുറെ അതൊക്കെ നേരത്തെ. ഇപ്പം അങ്ങോട്ട് പോകുന്നതിന് ടണലായി, ഇങ്ങോട്ട് വരുന്ന മല കയറി ഇറങ്ങാൻ. ഇത് ലോറിയും കൊണ്ട് വരുമ്പോഴേ ഞങ്ങളൊക്കെ ഇവിടെ വന്ന് നിർത്തി വൈകുന്നേരം രാത്രിയിലൊക്കെ വരുന്നെങ്കിൽ ഒരു ചായ കുടിച്ചു പോകുന്ന ഒരു സ്ഥലമാണ്. ലോറികൾ അധികം ഒന്നും നിർത്താറില്ല, ഇപ്പൊ അതിനുള്ള ഇടയില്ല. ഇപ്പൊ കാറുകൾ ഇഷ്ടം പോലെ. ഇപ്പൊ എന്നാന്നറിയോ, ഒരു നല്ല തിരക്കായിട്ടുണ്ട് എല്ലായിടത്തും. എന്ത് കാറുകൾ, പണ്ടൊന്നും ഇത്ര ഇല്ല വണ്ടികള്. ഏറ്റവും കൂടുതൽ ലോറി ആയിരിക്കും കാണുന്നത്. പക്ഷെ ഇപ്പൊ കാർ ഒത്തിരി ആയിട്ടുണ്ട്, ഒത്തിരി പേര് യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം കടലെല്ലാം കണ്ടോ എന്നാ തിരക്കാന്ന് നോക്കി. എല്ലായിടത്തും വണ്ടികളുണ്ട് ഇഷ്ടം പോലെ, കുറെ കടകളുണ്ട് ഇതൊക്കെ. ഇതുണ്ടോ, ഇത് പണ്ട് ഈ നമ്മൾ പോകുന്ന ലൈനിൽ ഇപ്പൊ ടണലാ. ആ ടണൽ വരുന്നതിന് മുമ്പ് അങ്ങോട്ട് ആ വണ്ടി ഇറങ്ങി വരുന്ന വഴിയുണ്ടോ, അതിലെ തന്നെയാ കയറി പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ മിക്കവാറും ഇവിടെ ഘാട്ടിൽ വൺവേ അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അതിലെ തന്നെയായിരുന്നു. അന്ന് അത്ര വഴിയുള്ളൂ. ഇടയ്ക്ക് ബ്ലോക്ക് ആവുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ മല കയറി അപ്പുറം ഇറങ്ങണം. അതുകൊണ്ടോ ഇപ്പൊ ഇങ്ങോട്ടുള്ള ലൈനും ടണൽ പണിത് വരുന്നുണ്ട്, പണി കഴിഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ ആ കാട്ടിൽ കൂടെ പോകേണ്ടി വരികയല്ല. 2 സൈഡും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ തന്നെ. ഇത് പണിതിട്ട് കുറെ വർഷമായത് കേട്ടോ. ഉണ്ടോ, 1300 മീറ്റർ ഉണ്ട് ഈ ടണല്. ന്യൂ കമ്പട്കി ടണൽ. ഇത് പഴയതേ. ഇത് എഴുതിയേക്കുന്ന നവീൻ പുതിയെന്നാണല്ലോ. പുതിയെന്ന് പറഞ്ഞാൽ ഇത് ഏതാണ്ട് പുതുക്കി പണിത് കേട്ടോ. ഇച്ചിരി വലുതാക്കിയോ? പണ്ടത്തേനെക്കാട്ടും ഇച്ചിരി പുതുക്കി പണിതിട്ടുണ്ട്. അതെ, മിക്കവാറും ഇത് 2 ലൈനായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇപ്പൊ ഇത് 3 ലൈനാക്കിയില്ലേ. അപ്പൊ ഇത് വലുതാക്കി പണിതു. അതാ പുതിയ ടണലിന് അവിടെ എഴുതിയേക്കുന്നത്. ഇതേ 6 ലൈൻ ആക്കുന്നതിന്റെ ഭാഗമായിട്ട് പുതുക്കി പണിതാ. NH-48 വലുതാക്കാണല്ലോ, അങ്ങനെ പുതുക്കി പണിതാ ഈ ടണല്. എന്നാ പെട്ടെന്ന് ആ മലക്ക് ഇപ്പറേ നമ്മൾ വന്നെന്ന് നോക്കി. അല്ലെങ്കിൽ ഒരു മല കയറി ഇറങ്ങണമെങ്കിൽ എന്ത് നേരം, എത്ര സമയം എടുക്കും. പിന്നെ ഇവിടുന്ന് അല്ല കണ്ടോ, ഭയങ്കര പാലങ്ങളാ നോക്കി. വലിയ പാലം, നല്ല ഇതൊക്കെ ഇപ്പൊ പുതുക്കി പണിതാ കേട്ടോ. ഈ 6 ലൈൻ പണിയുന്നതിന്റെ ഭാഗമായിട്ട് പണിതേക്കുന്ന കണ്ടോ. അങ്ങോട്ടുള്ള ലൈനാ ഈ പണിത് വരുന്നേ. അതുകൊണ്ട് ആ മല കയറിയാ അങ്ങോട്ട് കയറി പോണ്ടേ. അതിലെ നോക്കിയാ കാണാം വണ്ടികൾ ഇങ്ങനെ കയറി പോന്നെ. ഇതിന്റെ അകത്ത് എത്ര കിട്ടിയാല, ക്യാമറയിൽ അത്ര ക്ലിയർ ആയല്ല. അങ്ങ് എവിടെ വരെ വഴി കാണാൻ നോക്കി, അങ്ങ് വരെ കാണാം. ടണൽ ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് നല്ല ഇറക്കം. അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ വലിയ ഇറക്കമൊന്നും തോന്നുന്നില്ല, പക്ഷെ നല്ല ഇറക്കമാ. ലോറിയിൽ ഇരുന്നാലുവേ ഇറക്കം അറിയത്തില്ല, കേറ്റം നല്ല സുഖമായിട്ട് അറിയും. കേറ്റം വരുമ്പോ പതുക്കെ നടന്നല്ലേ കയറുന്നത്. നടന്ന കയറുന്നേ, നമുക്കൊപ്പം ഇറങ്ങി നടക്കാം, അതുപോലെ നടന്ന കയറുന്നേ തന്നെ. ഇവിടെ ബ്ലോക്ക് എനിക്കൊന്ന് അവിടെ ഇത് വെച്ചിട്ടുണ്ട്, ബാരിയർ വെച്ചിട്ടുണ്ടല്ലോ. അത് ഒരു ലൈൻ ആയി പോകുന്ന, അത് ഈ ലൈൻ പോകുന്നേ ഇല്ല പല സൈഡിലെ വണ്ടികള്. ഡൈവേഷനാ ആണോ? അതുകൊണ്ടാണോ? അതെ അതെ, ഇവിടെ ഫ്രണ്ടില് ബോർഡൊക്കെ വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ വണ്ടി എങ്ങനെ തട്ടിയിട്ടുണ്ടോന്ന് സംശയമുണ്ട് മുന്നില്. ഇതുണ്ടോ ഇവിടെ ഒരു കാറുകാരൻ വന്ന് വിലങ്ങം വെച്ചിട്ടുണ്ടല്ലോ വണ്ടി. എന്താ പ്രശ്നമാ, വണ്ടി തട്ടിയ വിഷയാ. അതെ, തട്ടിയതാണോന്ന് അറിയത്തില്ല. ഇവിടെ ഡൈവേഷൻ ബോർഡ് വെച്ചേക്കുന്നത്, ഞാൻ പറഞ്ഞ ഡൈവേഷനാണ്. അപ്പൊ ഈ ഘാട്ടെ, ഈ ഇവിടെ ഈ സ്ഥലപ്പേര് ഖണ്ടാള എന്നാ. അത് നമ്മള് ബോംബെക്ക് പോകുമ്പോഴും ഒരു ഖണ്ടാള ഘാട്ടുണ്ട്.
അങ്ങോട്ട് കയറിപ്പോ ആ ഘാട്ടിന് പറയുന്നത് വേളഘാട്ട് എന്നാ പറഞ്ഞത്. വേള സ്ഥലപ്പേര് തന്നെ വേളഘാട്ട് എന്നാ പറയുന്നത്. അതുകൊണ്ട് അങ്ങ് അകലെ കൂടെ വണ്ടി പോകുന്നുണ്ട്. അതാ നല്ല രസമാണ് വഴി കയറിപ്പോ. ഘാട്ട് നല്ല രസം. രാത്രിക്കൊക്കെ പണ്ടൊക്കെ വണ്ടികളൊക്കെ വളരെ കുറവായിരിക്കും. ഭയങ്കര കള്ളന്മാരുടെ ശല്യമൊക്കെ ഉള്ള ഏരിയ ആയിരുന്നു. അവിടെ ഇങ്ങനെ കുറെ ദൂരമുണ്ട് ഇങ്ങനെ കയറി വേളയിൽ എത്തണമെങ്കിൽ. ഇത് പുതിയൊരു ഫ്ലൈ ഓവറാണ്. നോക്കിയേ ഇത്ര ദൂരം അങ്ങോട്ടുള്ള ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. അത് ടണൽ തീർന്നിട്ടേ ഓപ്പൺ ആകും. ഇവിടെയും ബ്ലോക്ക് ആണല്ല. ഇത് ഇവിടുന്ന് ചെന്ന് ഇറങ്ങുന്നിടം വീതി കുറവായിരിക്കും. അതാ ഇത്രയും വണ്ടികൾ വരില്ലേ മുമ്പത്തെ പോലെ. 7 മണി കഴിഞ്ഞു, പക്ഷേ ഇപ്പോഴും തെളിച്ചത്തിൽ നിൽക്കുന്നു. വൈകുന്നേരമായ ഫീല്. പകല് കൂടുതലായി ഇപ്പൊ. അതാ നോക്കി അങ്ങ് വരെ ഈ റോഡിൽ നിന്ന് താഴെ ഇറങ്ങുന്നിടം വരെ ബ്ലോക്കാ. താഴെ കൂടെ വന്നാ ഇപ്പം ബ്ലോക്ക് ഇല്ലാണ്ട് അങ്ങ് താഴെ കൂടെ സർവീസ് റോഡിൽ കൂടെ ഇറങ്ങി വന്നിരുന്നെങ്കിൽ അങ്ങ് പോയായിരുന്നു. കുറച്ച് വണ്ടികൾ അതിലേ പോയിട്ടുണ്ട് കണ്ടോ. ഇവിടെ ശരിക്കും പണി തീർന്നില്ല. ഇതുണ്ടോ മണ്ണ ഈ കാറ് പതുക്കെ 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 കയറി പോന്നെ. മഴയും കൂടെ അതെ, പുറകോട്ടെല്ലാം നല്ല ബ്ലോക്ക് ആയിട്ടുണ്ടാവും. കാല് കൊടുത്ത് കയറി പോണം ചെളിക്കകത്ത്. എന്നിട്ടുണ്ടെങ്കിൽ പണിയാ. എന്താ തെന്നുന്നുണ്ട് കേട്ടോ. ഇത് ഒറ്റ ലൈനെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇത് ശരിക്കും ഈ വഴി അവിടെ ബ്ലോക്ക് ചെയ്യണ്ട. അങ്ങനെയാണ് വണ്ടിയെല്ലാം താഴെ കൂടെ പോയിക്കൊണ്ടത്. എന്നിട്ടല്ലേ താഴെ സർവീസ് റോഡിൽ കൂടെ പോയായിരുന്നു. കുറെ എല്ലാം ലോറികൾ ഒത്തിരി വരുന്നുണ്ട്. ഞാൻ കരുതി നമ്മൾ മാത്രമുള്ള. ലോറി ഉണ്ടോ ഇഷ്ടം പോലെ. ആ താഴത്തെ കണ്ടോ, അതൊരു ഹോട്ടലായിരുന്നു, മലയാളി ഹോട്ടലായിരുന്നു ആ ലോറിയൊക്കെ കിടക്കുന്നത്. ഈ ഇങ്ങനെ ഹൈവേ വന്നതുകൊണ്ട് കടക്കാരെല്ലാം പാടെ കച്ചവടം എല്ലാം പോവും. ഇവിടെ നോക്കിയേ ഒരു വണ്ടി കഷ്ടിച്ച് പോകും, അത്ര ഇടയേ ഉള്ളൂ. അവിടെ അടച്ചു വെച്ചിരുന്നെങ്കിൽ ആ വണ്ടി ഈ വണ്ടിയെല്ലാം താഴെ കൂടെ പോയത്. അയ്യോ ആ കല്ല കൂടെ കയറ്റിക്കൊണ്ട് പോകുന്ന വെറുതെ വെച്ചേ എതിലേലും എടുത്തോണ്ട് പോവാ. ഒരു നോട്ടമില്ല. കുറച്ച് സമയം പോയി, 1/4 മണിക്കൂർ. അതെ, താഴെ കൂടെ പോകുന്ന ചിലപ്പോ നേരെ ഇങ്ങ് പോകുന്ന ബ്ലോക്ക് ഇല്ലാതെ. സമയം 7:30 ആയി, പക്ഷെ ഇരുട്ടിയിട്ടില്ല. വെട്ടമുണ്ട് നല്ല. അപ്പൊ രാവിലെ കുറച്ച് കൂടുതൽ നേരം കിടന്ന് ഉറങ്ങാൻ കുഴപ്പമില്ല. രാത്രി താമസിച്ചില്ല നമ്മള് കിടക്കണേ. അപ്പൊ രാത്രി അധികം കിട്ടുന്നില്ലല്ലോ. കാര്യമില്ല. രാവിലെ ഒരു 6 മണി 7 മണി ആ സമയത്തേക്ക്. അങ്ങനെയാണല്ലോ ഇപ്പൊ എണീക്കുന്നത്. ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ പെട്ടെന്ന് ഒരു പാർക്കിംഗ് സൗകര്യം കിട്ടി. അതുകൊണ്ട് നേരെ വണ്ടി കയറ്റി പാർക്ക് ചെയ്തു. ഒന്നും നോക്കിയില്ല. അതെ, ഒന്നും നോക്കിയില്ല. അപ്പൊ ഇനിയിപ്പം നമുക്ക് കുക്കിംഗ് ഈ ട്രിപ്പിലെ ആദ്യത്തെ കുക്കിംഗ് വേറൊന്നുമില്ല, കഞ്ഞി മാത്രമേ വെക്കുന്നുള്ളൂ. കാരണം പച്ചക്കറി ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ പെട്ടെന്ന് കണ്ടുകൊണ്ട് നമ്മൾ നിർത്തിക്കൊണ്ട് വേറെ ഒന്നും മേടിച്ചില്ലല്ലോ. പിന്നെ തൈര് ഞാൻ മേടിച്ചോണ്ട് വന്നോണ്ട് തൈരുണ്ട്. അപ്പൊ നമുക്ക് കഞ്ഞി തൈരും കുടിക്കാം. തുറക്കണ ഇച്ചിരി അങ്ങനല്ല, മോളിൽ മാത്രം അമക്കിയാ മതി. ഇത് 3 താക്കോലുണ്ട്. ഇതിലേതാ താക്കോല് ശരിക്കും? വലിയ താക്കോല്, ഏറ്റവും വലിയ താക്കോല്, ഏറ്റവും വലിയ താക്കോല്. കാരണം ഞാൻ തുറന്നു തരാം, അതേ നടക്കുള്ളൂ. നോക്കട്ടെ, അതിന്റെ ഐഡിയ മനസ്സിലായിട്ടില്ല, അതാ. നോക്കട്ടെ. മോളിൽ അങ്ങനെ നല്ലപോലെ അമക്കിയിട്ട് അങ്ങോട്ട് തിരിച്ചാൽ മതി. അമക്കുന്നുണ്ട്, പക്ഷെ ഇത് അമങ്ങുന്നില്ലല്ലോ. ഇത് അമങ്ങുന്ന ഫീൽ വരണ്ടേ? ഞാൻ ഒറ്റ ചവിട്ട് മുട്ടും കൊണ്ട് നേരെ തുറന്നു. മൊത്തം നല്ല ഉറക്കമാ. മുട്ട പൊരിക്കണം. മുട്ടയുണ്ട്. മുട്ട പൊരിക്കാം. സവാള ഒന്നും കാണുകയില്ലായിരിക്കും. അല്ല, സവാള ഇരിപ്പുണ്ട്. ഉണ്ടോ? അരിയൊക്കെ കിട്ടിയില്ല? അരി പാത്രം അവിടെ ഉണ്ടായിരുന്നു. കിട്ടി. അതെ, എന്തേലും അരി ഇടണം? അതിനേക്കുള്ള മാത്രം മതിയോ? നാളത്തേക്കൂടുള്ള കൂട്ടിയിടാം. നാളെ ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കാനുള്ള കൂട്ടിയിടാം. രാവിലെ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം. ഓക്കെ, എനിക്ക് കുറച്ച് മതി. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അളവിന് ഇടാം. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണോ? എങ്ങനെയുള്ള ഒരു അളവിന് ഇടാം ഞാൻ. ആദ്യം നമുക്ക് വെള്ളം ചൂടാകാൻ വെക്കാം. ആദ്യം വെള്ളം വെക്കാം. വെള്ളം ചൂടായി വരുമ്പോഴത്തേക്കും അരി കഴിയാൻ കിട്ടാൻ മതി. ശകലേ തുറക്കാനുള്ളത്. നല്ല പവറാ. സെറ്റ്. അരി എത്ര ഇടുന്നേ? 3 ഗ്ലാസ് ഇടാം. 2-3 ഗ്ലാസ് ഇട്ടോ. നാളെ വൈകിട്ടത്തേനൊക്കെ വേണ്ടേ? ഇനി അവിടെ ലോഡ് ഇറക്കുന്നിടത്ത് ചെന്ന് കഴിഞ്ഞാൽ പാടായിരിക്കും. അതെ, അതുകൊണ്ട് പിന്നെ ചിലപ്പോൾ അവിടെ ഫുഡ് വയ്ക്കാനും സൗകര്യമില്ലായിരിക്കും. എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തോണ്ട് ചോറ് വെച്ചാൽ കഞ്ഞിയിലും കുടിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ പട്ടിണി കിടക്കും. ചോറ് വെച്ചാൽ കഞ്ഞി കുടിക്കാൻ പറ്റില്ല. അല്ല, കഞ്ഞി വെച്ചാൽ കഞ്ഞി കുടിച്ച് ജീവിക്കാം, അതാണ് ഉദ്ദേശിച്ചത്. അല്ല, ചോറ് വെച്ചാലും കഞ്ഞി കുടിക്കാം. വെള്ളം ഒഴിച്ചാൽ മതിയല്ലോ അതിനകത്ത്. അപ്പൊ കഞ്ഞിയായല്ലോ. അതെ, നല്ല കഴിക്കോ. അരിക്ക് വേദന ഒന്നും എടുക്കല. ഞാൻ കുറച്ച് സോഫ്റ്റ് ആയിട്ടേ കഴിക്കുള്ളൂ. ഇനിയിപ്പോ നമുക്ക് അരി ഇട്ടേക്കാം.
വെള്ളം കൂടുതലാണോ കുക്കറിൽ വെച്ചേ? ഇല്ലായിരിക്കും അല്ലേ? അല്ലേ ഇല്ലെന്ന് തോന്നുന്നു. കൂടിയാലും കുഴപ്പമില്ല. 2 വിസിൽ മതി കേട്ടോ. യെസ്. അതിന് ഇതിട്ടായിരുന്നോ? റബ്ബർ ഇട്ടായിരുന്നോ? റബ്ബറൊക്കെ ഇട്ടു. അതൊക്കെ നമുക്ക് അറിയാം. മുട്ട പൊരിക്കാൻ പോവാണ് ഞാൻ. കഞ്ഞിയൊക്കെ റെഡിയായി. കഞ്ഞിയൊക്കെ റെഡിയായി. എൻ്റെ കല്ലൊക്കെ ചൂടായിപ്പോയി. കറക്റ്റാ. ഒരാൾ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നതാ. കറക്റ്റ് കഴിക്കാൻ നേരമായപ്പോൾ എണീറ്റ് വന്നു. അപ്പോൾ നമുക്ക് കഞ്ഞി എടുക്കാം. കഞ്ഞി കൊടുക്ക്. കഞ്ഞി ഒരു മുട്ട ഓംലെറ്റും കൊടുക്കുക. മുട്ട ഒന്നും വേണ്ടെന്ന്. ഇത് മതിയോ? കുറച്ചുകൂടെ. മീൻ വേണോ? തുണ്ടൻ മീൻ? അച്ഛമ്മ മീനൊക്കെ വറുത്ത് തന്ന് വിട്ടതാ. അച്ഛമ്മയുടെ സ്നേഹനിധിയായ മൂത്ത കൊച്ചുമോക്ക് വേണ്ടി തന്നു വിട്ടാണ്. അതതിന് ഇതാവണ്ടേ? കത്തിക്കിതില്ലായിരുന്നു മൂർച്ച. കഴിക്കുമ്പോൾ നമ്മൾ വിളമ്പുമ്പോൾ നമ്മൾ കുറേ വിളമ്പി കൊടുക്കണം. നിങ്ങൾ കഴിക്കുന്നില്ലേ? ഞങ്ങൾ കഴിക്കാം. ആദ്യം രോഗി കഴിക്കൂ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല ചേച്ചിക്കല്ലേ വയറിന് സുഖമില്ലാത്ത? വയറിന് ചെറിയ പ്രശ്നം പറഞ്ഞ രോഗിയൊന്നുമല്ല. എണ്ണ പിടിക്കുന്നില്ല. അതാണ് എണ്ണ കഴിക്കുമ്പോ എനിക്ക് കുറച്ച് ഇത് ഒരു പീസ് മുളക് മീൻ അത് ഒരെണ്ണം മതി. ഡെയിലി ഒരു മീനെ കഴിക്കാൻ പാടില്ല. ഒരു മീൻ കൊടുത്തേ. നമ്മളെ മെയിൻ ഡ്രൈവർ അല്ലേ? അതെ, മെയിൻ ഡ്രൈവർ ആയതുകൊണ്ട് ഒരു മീനോട് തരാം. ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അയ്യോ 2 വേണം. പകുതി അച്ചയ്ക്ക് കൊടുത്തു. കഴിച്ചു കഴിഞ്ഞാ? പാത്രം എന്താ? പാത്രം കഴിയണ്ടല്ലേ? ഒരു പാത്രത്തെ വേറെ ആരും അല്ലല്ലോ കഴിച്ചത്. അതാണ്. കണ്ടോ ചേച്ചിയോടുള്ള സ്നേഹം കണ്ടോ? വേണ്ട, എനിക്ക് വേണ്ട. സാധാരണ വരുന്ന പോലെയല്ല. അടുക്കള കുറെ സാധനങ്ങൾ കുറവുണ്ടല്ലോ. എന്തൊക്കെയോ കുറവുണ്ട്. എനിക്കറിയത്തില്ല ഒന്നും. ഞാൻ ചിറ്റിനെ വെച്ചപ്പോ ചിറ്റ അറിഞ്ഞു ആകാശേട്ടനാണ് പകുതി സാധനങ്ങൾ എടുത്ത് വെച്ചത്. ഇപ്പോഴും പകുതി സാധനമായല്ലോ. എന്തൊക്കെയോ കുറവുണ്ട്. സാധനങ്ങൾ കുറവുണ്ട്. എന്തൊക്കെയാന്ന് എനിക്കെന്നെ അറിയാൻ വയ്യ. കാരണം ഓരോ തപ്പുമ്പോ ഒന്നും കാണുന്നില്ല. ഇനി എന്നാ കുറവുണ്ടായാലും ഇത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. വേറെ മാർഗമില്ല. പൊന്നൂന് വേണ്ട ഒരു വിറകിന്റെ തവി ഉണ്ടായിരുന്നു. എന്ത് പറഞ്ഞത്? എന്നോട് പറയണേ ഓംലെറ്റ് മറിച്ചിടാനേ ഒരു വിറകിന്റെ തവി ഉണ്ടായിരുന്നില്ല. തടിയുടെ തവി എന്നാണ് ഉദ്ദേശിച്ചത്. മാറിപ്പോയതാ. വിറകിന്റെ തവി. അതെ, കഞ്ഞി അത്രയും മതിയോ? എനിക്ക് ഇത്ര മതി. ഞാൻ ചോറ് വളരെ കുറച്ച് കഴിക്കുള്ളൂ. എന്നാ ഈ കഞ്ഞി 2-3 ദിവസത്തേനുണ്ട്. ഇവളധികം കഞ്ഞി കുടിക്കില്ല. അല്ലേ? ഡോക്ടർപ്പിനൊക്കെ പോയപ്പോ ഓർക്കുന്നുണ്ട് എൻ്റെ പോയിട്ട് ഫുഡ് വെളിയിൽ നിന്ന് കഴിച്ച് മടുത്ത് വന്നത്. ഞാനിപ്പോ അതല്ല ഓർക്കുന്നേ. എങ്ങനെ എത്ര ദിവസം പോയിട്ട് വന്നു? 28 ദിവസം വെളിയിൽ നിന്ന് ഫുഡ് കഴിച്ച് അങ്ങനെ വന്നുള്ള ഓർക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഈ വച്ച് കഴിക്കുന്നോണ്ട് തന്നെ വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയോ. അതാ അന്ന് വെളിയിൽ നിന്ന് ഫുഡ് കഴിച്ച് അവിടെ ചെന്നിട്ട് മറ്റേ എണ്ണ പിടിക്കാണ്ടായി. പൊന്നു ആശുപത്രി കയറി. എനിക്കാണെ ബോധം പോയി ഫുഡ് കഴിക്കാനിട്ട് തലയിറങ്ങിയതൊക്കെ നന്നായിട്ട് ഓർക്കുന്നത്. അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക. കുക്കേ പാത്രമൊക്കെ കഴുകി വെച്ചു പോയി. ബാക്കിയൊക്കെ എന്നോട് വേണമെങ്കിൽ എടുത്ത് വെച്ചോളാൻ പറഞ്ഞു. അടുക്കള പൂട്ടിയേക്കാം. അടുക്കള പൂട്ടിയേക്കാം. നമുക്കാണെങ്കിൽ ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ പോവാം അല്ലേ? രാവിലെ പോവാം. എന്നാ പിന്നെ ഇപ്പൊ നമുക്കിനി കിടന്ന് ഉറങ്ങിയേക്കാം. അപ്പം ബാക്കി മുംബൈ യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് നാളെ വീണ്ടും കാണാം.